അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിൽ കനത്ത മഴ തുടരുകയാണ്. മഴയെ തുടർന്ന് മിന്നൽ പ്രളയവും വലിയ ദുരിതം തന്നെയാണ് ഇവിടെ വരുത്തിവെച്ചിരിക്കുന്നത്. പ്രളയത്തിൽ മരണം 100 കവിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിൽ ഏറെയും കുട്ടികൾ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മാത്രമല്ല, കനത്ത മഴയെ തുടർന്ന് നിരവധി പേരെ കാണാനില്ലെന്നും അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ടെക്സസിൽ ജൂലൈ 4 വെള്ളിയാഴ്ചയാണ് മിന്നൽ പ്രളയമുണ്ടായത്. പുലർച്ചെ ആരംഭിച്ച മഴ കനത്തതോടെ ഗോഡലൂപ്പെ നദിയിൽ 45 മിനിറ്റുള്ളിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു. അതായത് ജലനിരപ്പ് ഏകദേശം 26 അടിയായി ഉയരുകയും പ്രളയമായി പിന്നീട് മാറുകയുമായിരുന്നു ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ ഒലിച്ചുപോയി. ആ അപകട സമയത്ത് 850ഓളം പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതേസമയം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. ചെളി നിറഞ്ഞ നദീതീരത്ത് ഹെലികോപ്റ്ററുകളും നിരീക്ഷണ വിമാനങ്ങളും ഉപയോഗിച്ചാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. സൈന്യത്തിന്റെ ഡ്രോണുകളും തീരരക്ഷാ സേനയുടെ വിമാനങ്ങളും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. 50 ലക്ഷം പേരാണ് പ്രളയഭീതിയിൽ നിലവിൽ അവിടെ കഴിയുന്നത്. വരും മണിക്കൂറുകളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കും. പ്രളയക്കെടുതി തടയാൻ സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സസ് ഗവർണറുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നടത്തിയ കൂട്ടപ്പിരിച്ചുവിടൽ കാലാവസ്ഥാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രളയ മുന്നറിയിപ്പിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് വിമർശനം ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.